മുഖ്യമന്ത്രി ചർച്ച നീണ്ടുപോകുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയെന്ന് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മീഡിയ വണ്ണിനോട്. UDFന്റെ വലിയ വിജയത്തിന് മങ്ങലേൽപ്പിക്കുന്ന സാഹചര്യമാണിത്. നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പരിപാടികൾ വരെ മാറ്റിവെക്കേണ്ടി വരുന്നു. പാർട്ടി പ്രവർത്തകർ നിരാശയിലാണെന്നും എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നും പി അബ്ദുൽ ഹമീദ്. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അതിന് അസംതൃപ്തിയുണ്ട്, ഇല്ലാന്ന് പറഞ്ഞുകൂടാ. തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികന്മാരുടെ സ്വീകരണ പരിപാടികളിൽ അത് പ്രകടമായിട്ട് കാണുന്നുണ്ട്. സ്വീകരണ പരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ടോ? മാറ്റിവെച്ചിട്ടില്ല, മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ നിരാശരാണ്, പാർട്ടി പ്രവർത്തകന്മാർ. ഇതിനാണോ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന സഹോദരിമാരുണ്ട്. ആ വിജയത്തിന്റെ ആ ഒരു ശോഭ വിജയത്തിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഇതിനൊരു പര്യവസാനം വേണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ ഭാഷ്യവും വാക്കുകളും ലീഗിന്റെ ഔദ്യോഗികമായ എന്നുവെച്ചാൽ ലീഗിന്റെ ഏറ്റവും മുകളിലുള്ള വാക്കുകൾ തന്നെയായി പരിഗണിക്കണം. എന്നുവെച്ചാൽ ഇതിങ്ങനെ നീണ്ടുപോകുന്നതിൽ കടുത്ത അതൃപ്തിയും അസംതൃപ്തിയും നിരാശയുമുണ്ട്. താഴെത്തട്ടിൽ നേതാക്കൾക്കും MLA-മാർക്ക് ഒരു സ്വീകരണ പരിപാടി ഒരുക്കാൻ വരെ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ലീഗിന്റെ കടുത്ത അതൃപ്തി ജില്ലാ ജനറൽ സെക്രട്ടറിയിലൂടെ പുറത്തറിയിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെ ചർച്ചക്കെടുക്കണം? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും അതായത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും പ്രവർത്തകരുടെയും വികാരം തന്നെയാണ് ഇപ്പോൾ പി അബ്ദുൽ ഹമീദ് MLA-യിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. തുറന്നു പറയുകയാണ് പി അബ്ദുൽ ഹമീദ്. അതായത് ഈ ഒരു രീതിയിൽ നീണ്ടുപോവുകയാണ് മുഖ്യമന്ത്രി ചർച്ച. ഈ ഒരു രീതിയിൽ നീണ്ടുപോകുന്നത് കൃത്യമായി മുസ്ലിം ലീഗിന് അതൃപ്തി ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. അത് സംസ്ഥാന നേതൃത്വത്തിന്റെയും മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ അതൃപ്തി വ്യക്തമാക്കുന്നതിനാണ് പി അബ്ദുൽ ഹമീദ് മാഷിന്റെ ഈ ഒരു പ്രതികരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ വലിയ ഒരു വിജയം നേടിയാണ് UDF, വലിയൊരു മാർജിനിൽ വിജയം നേടിയാണ് UDF അധികാരത്തിൽ വന്നത്. 10 വർഷത്തെ ഭരണത്തിനെതിരെ ജനങ്ങൾ എഴുതിയ വിധിയാണ്. ആ ഒരു അധികാരത്തിൽ വന്ന ആ ഒരു വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വിജയത്തിൽ, UDFന്റെ വിജയത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് വളരെ വലുതാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മുതൽ താഴെ തട്ടിലുള്ള പ്രവർത്തകർ വരെ അഹോരാത്രം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിന്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ കാണുന്ന വിജയം. അങ്ങനെ അത്തരത്തിൽ അഹോരാത്രം പരിശ്രമിച്ചു നേടിയ ഒരു വിജയം നേടിയിട്ട് പോലും ആ വിജയത്തിന്റെ മാറ്റു കുറക്കുന്ന രീതിയിലേക്കായി ഇപ്പോഴത്തെ ഈ പോക്ക്. മാത്രമല്ല, ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതുകൊണ്ട് ഇനി ഒരു ഘട്ടത്തിൽ ഒരു നിമിഷം പോലും ഇത് നീട്ടിക്കൊണ്ടു പോകരുത്. എത്രയും വേഗത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. മറ്റൊന്ന്, ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ, നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് നിയുക്ത MLA-മാരായിട്ടുള്ളവർക്കൊന്നും തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ. അവർ പുറത്തിറങ്ങുമ്പോൾ, ഏതെങ്കിലും ഒരു ചടങ്ങിൽ പോകുമ്പോൾ, ഏതെങ്കിലും പരിപാടിയിലേക്ക് വരുമ്പോൾ എന്തായി കാര്യങ്ങൾ, എന്തുകൊണ്ട് ഇങ്ങനെ നീളുന്നു എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊരു കൃത്യമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല. വളരെ വലിയ ഒരു വിജയം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ വലിയ 50,000-ന് മുകളിലൊക്കെ ഭൂരിപക്ഷം നേടി വിജയിച്ച മണ്ഡലങ്ങൾ. പക്ഷെ അത്രയേറെ വലിയ വിജയം നേടിയിട്ടും പക്ഷേ ആ വിജയം ഒന്ന് ആഘോഷിക്കാൻ പോലും കഴിയുന്നില്ല. വിജയാഘോഷ പരിപാടികളൊക്കെ മാറ്റിവെക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാര്യഗൗരവത്തോടു കൂടി എടുക്കണം. എത്രയും വേഗത്തിൽ ഈ മുഖ്യമന്ത്രി ചർച്ച അവസാനിപ്പിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തണം. കാരണം സർക്കാർ വരേണ്ടതുണ്ട്, സർക്കാർ അടിയന്തരമായി വരേണ്ടതുണ്ട്, അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യങ്ങളുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ കോൺഗ്രസ് നേതൃത്വം പറയുന്ന പോലെ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്ന് പറയുന്ന പോലെയല്ല. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ ഇടപെടൽ വേണം എന്നുള്ളതാണ് പി അബ്ദുൽ ഹമീദ് മാഷിന്റെ പ്രതികരണത്തിലൂടെ വരുന്നത്. അത് മുസ്ലിം ലീഗിന്റെ പ്രതികരണമാണ്. മുസ്ലിം ലീഗിന്റെ ഉടനീളമുള്ള ഉന്നത നേതാക്കന്മാർ മുതൽ താഴെ തട്ടിലുള്ള അണികളുടെ വരെ പ്രതികരണമായി നമുക്കതിനെ ഇപ്പോൾ വിലയിരുത്താം. കാരണം അത്രയേറെ വലിയൊരു അമർഷത്തിലേക്ക് മുസ്ലിം ലീഗ് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേഫ് ജംഷീർ, ഹമീദ് മാഷിനോട് സംസാരിച്ചതനുസരിച്ച് ഏതെങ്കിലും ഒരാളെ വേഗം പ്രഖ്യാപിക്കൂ എന്ന മൈൻഡാണോ അദ്ദേഹം പങ്കുവെച്ചതല്ല? മുസ്ലിം ലീഗ് നിലവിൽ ഒരു താല്പര്യം, ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ലീഗ് ഇരിക്കുകയാണ്. ആ ആളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതിലെ നിരാശയാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ വേഗത്തിൽ പ്രഖ്യാപിച്ച് അനിശ്ചിതത്വം നീക്കാത്തതിലെ നിരാശയാണോ?
സൈഫു, അതായത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഹൈക്കമാൻഡും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും മുസ്ലിം ലീഗിന്റെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രസക്തി നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതുപോലെ മുസ്ലിം ലീഗിന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ജലവികാരം ആർക്കാണെന്ന് സംബന്ധിച്ച്. ആ അഭിപ്രായത്തിന് അനുകൂലമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചത്. ആ ഒരു പ്രഖ്യാപനം ഉടൻ ഉണ്ടാകണം എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നത്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് തങ്ങൾ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ച ആ ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷ പി അബ്ദുൽ ഹമീദ് ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നു. മുസ്ലിം ലീഗ് നേതൃത്വവും ഇപ്പോഴും ആ ഒരു പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്ലിം ലീഗ് നമുക്കറിയാവുന്നതുപോലെ പരസ്യമായി ഇനി അത്തരത്തിൽ പ്രതികരണം ഇല്ലെങ്കിൽ പോലും മുസ്ലിം ലീഗ് നിരീക്ഷകർക്കും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിന് മുന്നിലൊക്കെ അവരുടെ മുസ്ലിം ലീഗിന്റേതായിട്ടുള്ള അഭിപ്രായം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തിനനുസൃതമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്.